നമസ്കാരം. റാസയെക്കുറിച്ച് പറയുന്നതിന് മുന്നായി ഞാനിവിടെ വന്നത് കുഞ്ഞുങ്ങളുടെ പാട്ട് കേൾക്കാനാണല്ലോ. അപ്പോൾ ആദ്യം പറയാം. ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ കണ്ടിടത്തോളം കുഞ്ഞുങ്ങൾ വളരെ വിറച്ച് പേടിച്ച് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നല്ലോ എന്നാണ് പാടിയത്. അവർ റിലാക്സായിട്ട് പാടാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾ വളരെ പ്രിപ്പയർഡായിട്ട് അവരവരുടെ കഴിവ് ഇവിടെ തെളിയിക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ബഹളം വെച്ച് പുറകിൽ കിടന്ന് ആ പാഠം കാണിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ്. അപ്പോൾ പുറകിൽ ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കേണ്ടതും ആ കുഞ്ഞുങ്ങളുടെ പാട്ട് ശ്രദ്ധിച്ച് കേട്ട് ഇരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അത് ചെയ്യണം. ഇനിയും അങ്ങോട്ടുണ്ടല്ലോ പാട്ടുകൾ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെനിക്ക് മോശമായിട്ട് തോന്നി. ബഹളം വയ്ക്കാൻ പാടില്ല. പിന്നെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെ വന്ന് പാടുന്ന സമയത്ത് വളരെ ടെൻഷൻ അടിച്ച് പേടിച്ചൊന്നും പാടേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി സ്റ്റേജിൽ നിന്ന് വന്ന ആളാണ്. 31 വർഷം ആയിട്ട് ഞാൻ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ അതിൽ ഏകദേശം 26 വർഷത്തോളവും 2016 വരെ ഞാൻ നാടകവേദി നിന്നിട്ട് വന്ന ആളാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂർ നാടകം നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴാണെങ്കിലും ക്യാമറ മുന്നിൽ അഭിനയിക്കുമ്പോൾ അങ്ങ് ചെയ്യും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൈക്കും പിടിച്ച് 10 പേരെ മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം നിന്ന ഇത്രയും നമ്മൾ ജനങ്ങളെ കണ്ട ഞങ്ങൾ പോലും വിറച്ചു പോകും മൈക്കെടുക്കുമ്പോൾ 10 വാക്ക് പറയാൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നാക്കൊക്കെ വരണ്ട്, ചുണ്ടൊക്കെ ഉണങ്ങി പഠിക്കും. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സേഫായിട്ട് നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കഴിവുള്ള കുഞ്ഞുങ്ങൾ പിന്തള്ളപ്പെടും. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായതാണ്. കഴിവുള്ള കുഞ്ഞുങ്ങൾ പിന്തള്ളപ്പെടാൻ പാടില്ല. അപ്പോൾ അവർ പാനിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിലൂടെ കാണിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. അവർ പേടിക്കാതെ വരിക, പേടിക്കാതെ അങ്ങോട്ട് പാടുക. ആരെ പേടിക്കാനാണ്? പേടിച്ചിട്ട് എന്ത്? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇവിടെ ചെന്നാലും നമ്മൾ ഓരോരുത്തരുടെ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെ പേടിച്ച് നിൽക്കും. പേടിക്കണ്ട, അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പേടി വേണ്ട. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, എൻ്റെ ലാസ്റ്റ് സിനിമ റാസ, അത് കഴിഞ്ഞ മെയ് 16 റിലീസ് ചെയ്തു. അതിപ്പോൾ മനോരമ മാക്സിലാണ് വന്നിരിക്കുന്നത്. അത് ഇന്നലെ മുതലാണ് മനോരമ മാക്സിൽ, മിനിഞ്ഞാന്ന് രാത്രി മുതൽ. അപ്പോൾ അത് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത മൂവി അതിൻ്റെ വർക്ക് നടക്കുകയാണ്. അതിൽ ഇതിൽ നിന്നും നന്നായി പാടുന്ന ഇവർ പറയുന്ന നന്നായി പാടി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ പാടാനുള്ള ഒരവസരവും കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് വരേണ്ടത് നല്ല കൃത്യമായിട്ടുള്ള കുട്ടി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നല്ല സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. അത് ചെയ്യുക.